ഡയബറ്റിസ് എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്കൊരു കഥ പോലെ മനസ്സിലാക്കിയാലോ. നമ്മുടെ ശരീരത്തിനെ ഒരു തിരക്കുള്ള ഒരു സിറ്റിയായിട്ട് സങ്കല്പിക്കുക. ശരീരത്തിലെ ഓരോ കോശങ്ങളും അതിനകത്ത് ഓരോ വീടുകളാണ്. ഓരോ വീട്ടിലേക്കും എനർജി വേണം, അല്ലെങ്കിൽ പവർ സപ്ലൈ വേണം, അല്ലേ? ഓരോ വീടുകളിലെയും ജോലികൾ നടക്കാൻ എനർജി വേണ്ട പോലെ ഓരോ കോശങ്ങളിലും അതിൻ്റേതായ പ്രവർത്തനം നടക്കാനായിട്ട് അവിടെ എനർജി വേണം, അതിന് ഭക്ഷണം വേണം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാണ്, ഒരു ഗ്രോസറീസ് ഓർഡർ ചെയ്യണം. ഡെലിവറി ബോയ് വന്ന് അത് നമുക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു വെഹിക്കിളിനകത്ത് ഈ ഗ്രോസറീസ് മുഴുവനായിട്ട് ഡെലിവറി ബോയ് ഓരോ വീടുകളുടെ മുമ്പിൽ വന്ന് ഗ്രോസറീസ് കൊണ്ടുവന്ന് വെക്കണം. അതായത് ബ്ലഡ് സ്ട്രീം എന്ന വെഹിക്കിളിനകത്ത് ഡെലിവറി ബോയ് എന്ന ഗ്ലൂക്കോസ് കാരിയർ ഗ്രോസറീസായ ഗ്ലൂക്കോസിനെ സെല്ലെന്ന് പറഞ്ഞ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഈ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഗ്രോസറീസിനെ വീടിനകത്തേക്ക് കയറ്റണമെങ്കിൽ ആ ഡോറ് തുറക്കണം. ഡോറാണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഒരു താക്കോല് കിട്ടിയാൽ നമുക്കതിനെ തുറന്ന് ഈ ഗ്രോസറീസിനകത്ത് വയ്ക്കാം. താക്കോലിൻ്റെ റോളാണ് ഇൻസുലിൻ ചെയ്യണത്. ഓരോ വീട്ടിൻ്റെ ഡോറ് തുറക്കാനുള്ള താക്കോല് ഇൻസുലിനാണ്. അപ്പോൾ ആ ഇൻസുലിൻ ആ ഡോറിൻ്റെ ലോക്ക് തുറന്ന് അകത്തേക്ക് ഈ ഗ്രോസറീസിനെ കൊടുക്കുന്നു. അവിടെ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ എനർജി സപ്ലൈ കിട്ടി ആ വീട് നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് ഫ്ലറിഷ് ചെയ്യണം. അപ്പോൾ ഈ സിറ്റി ഹെൽത്തി ആൻഡ് ഫുൾ ഓഫ് ലൈഫാണ്. അതായത് ആ കോശം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഈ ഒരു പ്രക്രിയ, അതായത് ഈ ലോക്ക് കീയിനോട് റെസ്പോണ്ട് ചെയ്യണം. ഈ ഒരു പ്രക്രിയയ്ക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഡയബറ്റിസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 2 ടൈപ്പ് ഡയബറ്റിസ് ഉണ്ടെന്ന്. ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ട്. അപ്പോൾ ആ കഥയെ കൂടെ തന്നെ അത് മനസ്സിലാക്കാം. ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ കീ ഉണ്ടാക്കുന്നത് ഒരു വലിയ ഫാക്ടറിയായ പാൻക്രിയാസ് ആണ്. ഈ ഫാക്ടറി ഷട്ട് ഡൗൺ ആയി അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആയി. ഇൻസുലിൻ എന്ന് പറഞ്ഞ താക്കോല് ഉണ്ടാക്കൽ നിർത്തി. അപ്പോൾ ഓരോ വണ്ടികൾ നിറച്ചും ഗ്രോസറീസ് വന്നിട്ട് ഓരോ വീടുകളുടെ മുമ്പിലും വന്ന് കുമിഞ്ഞു കൂടി കിടക്കാൻ തുടങ്ങി. താക്കോലില്ല, കാരണം ഇൻസുലിൻ ഇല്ല, പ്രൊഡക്ഷൻ നിന്നുപോയി. അപ്പോൾ ഈ ബ്ലഡ് സ്ട്രീം മുഴുവനും ഗ്ലൂക്കോസ് നിറഞ്ഞു കിടക്കുന്നു. അതായത് ആ ഗ്രോസറീസ് മുഴുവനും ആ വാഹനത്തിൽ തന്നെ നിറഞ്ഞു കിടക്കുകയാണ്. കീ ഇല്ലാണ്ട് ഗ്രോസറീസിനകത്ത് കയറാൻ പറ്റില്ല. കീ എന്ന് പറയുന്നത് ഇൻസുലിൻ ഇല്ല. ഭക്ഷണം മുഴുവനും പുറത്ത് കിടക്കുന്നുണ്ട്, പക്ഷേ അകത്തേക്ക് ഒരു തുള്ളി പോലും കിട്ടുന്നില്ല. അവിടെ ഭയങ്കര സ്റ്റാർവേഷൻ. ബ്ലഡിൽ മുഴുവനും ഗ്ലൂക്കോസ് കിടക്കുന്നുണ്ട്, പക്ഷേ സെല്ലിനകത്തേക്ക് കയറണില്ല. സെല്ല് മുഴുവൻ സ്റ്റാർവേഷനിൽ. ഇതാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. അതായത് ഇൻസുലിൻ ഉണ്ടാക്കേണ്ട സ്ഥലത്ത് ഉണ്ടാക്കുന്നില്ല. കാരണം അത് ഓട്ടോ ഇമ്മ്യൂൺ ടൈപ്പ് എന്ന് പറയും. ശരീരം തന്നെ ശരീരത്തിൻ്റെ കോശങ്ങളായ ബീറ്റാ സെൽസിനെ ശരീരത്തിന് വേണ്ട എന്ന് തെറ്റിദ്ധരിച്ച് നശിപ്പിച്ചു കളയുന്നു. ഈ ബീറ്റാ സെൽസാണ് ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ അവിടെ നിന്ന് പോയപ്പോൾ താക്കോലില്ല സെല്ലിലേക്ക് കയറാനായിട്ടോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മുഴുവനും ബ്ലഡ് സ്ട്രീമിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ഇനി ടൈപ്പ് 2 ഡയബറ്റിസ് എന്താണെന്ന് നോക്കാം.